ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഓസ്തിയാം ദിവ്യ സ്നേഹമേ. ഈശോയുടെ തിരുസന്നിധിയിൽ ഈ ആരാധനയുടെ സമയം കർത്താവിൻ്റെ കരുണയ്ക്കായി നമ്മളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഏറ്റക്കുറച്ചിലുകളെയും നമ്മൾ കടന്നു പോകുന്ന എല്ലാ ജീവിതാനുഭവങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, വീട്ടിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, യാത്രയിലായിരിക്കാം, നമ്മളെവിടെയായിരുന്നാലും ആരാധനയുടെ ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. മറ്റെല്ലാ ചിന്തകളെയും വിചാരങ്ങളെയും നമുക്ക് മാറ്റിവെക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈശോയുടെ കൂടെയാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക്, ആഴമേറിയ ഒരു അവബോധത്തിലേക്ക് നമുക്ക് വരാം. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും അനുഗ്രഹീതമാണ്, വിശുദ്ധവുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഈശോയ്ക്ക് അറിവുള്ളതാണ്. കർത്താവിന് അറിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്നാൽ അത് ദൈവസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ആരാധനയുടെ നിമിഷം. ഞാൻ എൻ്റെ ഈശോയ്ക്ക് എന്തൊക്കെ വിട്ടുകൊടുക്കും, എന്തൊക്കെ തുറന്നു കൊടുക്കും, എൻ്റെ ഈശോനെ എൻ്റെ ജീവിതത്തിൽ ഏതൊക്കെ നിമിഷങ്ങളിലേക്ക് കടന്നു വരാൻ ഞാൻ അനുവദിക്കും, അതല്ലെങ്കിൽ ഏതൊക്കെ ജീവിത നിമിഷങ്ങൾ ഞാൻ അള്ളിപ്പിടിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും തുടരും എന്ന് കർത്താവും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുന്നുണ്ട്. ആ ദൈവത്തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ തുറന്നു വെച്ച് ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ചോല്. പ്രിയമുള്ളവരെ, നാളെ ആഗോള സഭയിൽ ആഷ് വെനസ്ഡേ, അതല്ലെങ്കിൽ വിഭൂതി ബുധൻ നമ്മൾ ആചരിച്ചുകൊണ്ട് നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ദിവസമാണ്. സീറോ മലബാർ സഭയിലും മറ്റ് ചിലയിടങ്ങളിലുമൊക്കെ ഓൾറെഡി നോമ്പുകാലം തുടങ്ങിക്കഴിഞ്ഞു. ദൈവസ്നേഹത്തോട് ചേർന്ന് നിൽക്കാനും നഷ്ടപ്പെടുത്തിയ ആ ഒരു ദൈവകൃപയിലേക്ക് ആഴപ്പെടുവാനും ഒക്കെയുള്ള ഒരു വിളിയും അവസരവുമാണ് ഒരു നോമ്പുകാലവും. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസിലുള്ള സഭയ്ക്ക് എഴുതിയ ആ ഒരു കത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനം നമ്മോട് പറയുകയാണ്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരികയും നിൻ്റെ ദീപപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ കഥയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ബൈബിൾ. ദൈവവചനം മുഴുവനും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥ. ദൈവം മനുഷ്യന് വേണ്ടി എഴുതിയ ഒരു ലവ് ലെറ്ററാണ് ദൈവവചനം. ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചുവെന്നും പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചുവെന്നും അതിലേറ്റവും കരുതലോടെ സൃഷ്ടിച്ചത് മനുഷ്യവംശത്തെയാണെന്ന് നമുക്കറിയാം. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ്റെ ദൈവം സൃഷ്ടിച്ചുവെന്ന് വചനം പറയുന്നുണ്ട്. മറ്റ് സൃഷ്ടികളെക്കാളൊക്കെ അധികമായി, ഭൂമിയേക്കാളും മൃഗങ്ങളെക്കാളും
പക്ഷിലതാദികളെക്കാളും ഒക്കെ അധികമായിട്ട് ദൈവം തൻ്റെ സ്നേഹം ചാലിച്ച് സൃഷ്ടിച്ചതാണ് മനുഷ്യവംശത്തെ. എന്തിനാണ് ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്? ദൈവത്തിന് എന്നെക്കൊണ്ടോ നിന്നെക്കൊണ്ടോ ആവശ്യമുള്ളത് കൊണ്ടാണോ? എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തിന് നമ്മളെക്കൊണ്ട് ഉപകാരമുള്ളത് കൊണ്ടാണ്? ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്? അല്ല. ദൈവം എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. നമ്മളെല്ലാവരും സ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, സ്നേഹിക്കപ്പെടാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. വി ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ലവ് ആൻഡ് വി ആർ ക്രിയേറ്റഡ് ഫോർ ലവ്. അതിനാൽ തന്നെ ഞാനുമായിട്ടുള്ളൊരു സ്നേഹബന്ധമാണ് ദൈവം ഏറ്റവും ആത്യന്തികമായിട്ടും അഭിലഷിക്കുന്നത്. അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ളതുമാണെന്നും നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴവും ആവശ്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? എത്രമാത്രം ആഴപ്പെട്ടതാണ്. പലപ്പോഴും എൻ്റെ ആവശ്യങ്ങൾ നടത്തിത്തരുന്ന, ആപത്തുകളിൽ മാത്രം ഞാൻ വിളിക്കുന്ന, എനിക്കൊരു ആവശ്യമുള്ളപ്പോൾ മാത്രം ഞാൻ തേടി ചെല്ലുന്ന, സൗകര്യപൂർവ്വം ഊരി വയ്ക്കാൻ പറ്റുന്ന, സൗകര്യപൂർവ്വം മറന്നു കളയാൻ പറ്റുന്ന, ആവശ്യമെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓൺ ആൻഡ് ഓഫ് വസ്തുവായിട്ട്, ഒരു ആഭരണം പോലെ, ഒരു ഇൻഷുറൻസ് പോലെ, ഒരു ATM പോലെ മാത്രമാണ് പലപ്പോഴും നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടാറുള്ളൂ. എന്നാൽ അതിനേക്കാളും ഒക്കെ അപ്പുറം, എൻ്റെ ആവശ്യങ്ങൾ നടത്തി കിട്ടുന്നതിനും അപ്പുറം, എനിക്കൊരാവശ്യവുമില്ലെങ്കിലും സ്നേഹിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കാറുണ്ടോ? ഷോയെ, ഞാൻ നിൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾക്കല്ല, സങ്കടം പറയാനല്ല, പരാതി പറയാനല്ല, ബുദ്ധിമുട്ടുകൾ പറയാനല്ല, പിന്നെയോ എനിക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണത് പറയാൻ പറ്റും. അവിടെയല്ലേ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ആളുകളൊക്കെ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ, അല്ല ചിലരൊക്കെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവരുടെ വിളിയുടെ ഉദ്ദേശം, അവർ കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അവരുടെ ചില ആവശ്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വേറെ ചിലരുണ്ട്, ഒരാവശ്യവും നോക്കിയല്ല, സ്നേഹത്തിൻ്റെ പേരിൽ കുശലാന്വേഷണം നടത്തുന്നവർ. നമ്മൾ സുഖമാണോ, നമുക്ക് സന്തോഷമാണോ, നമ്മൾ നന്നായിട്ടിരിക്കുന്നോ എന്ന് നമ്മളോടുള്ള കരുതലിനെക്കുറിച്ചുള്ള ആഴമേറിയ സ്നേഹത്തിൻ്റെ പേരിൽ അന്വേഷിച്ചറിയുന്നവരുണ്ട്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെടുത്താൽ നമുക്കറിയാം എവിടെയാണ് യഥാർത്ഥമായ സ്നേഹമെന്ന്. ആവശ്യമുള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്നവർ, ഒരാവശ്യവുമില്ലെങ്കിലും സ്നേഹത്തിൻ്റെ പേരിൽ മാത്രം സ്നേഹിക്കുന്നവർ. ജെറമിയ 31 നമ്മൾ വായിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കർത്താവ് എന്നോട് പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തെ സൗകര്യപൂർവ്വം മറന്നാലോ ഊരി വെച്ചാലോ ഇല്ലെങ്കിലും, ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് മാറ്റമില്ല. ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. എന്നാൽ ഞാനാണ് പലപ്പോഴും ആ സ്നേഹത്തിൽ നിന്നും പാപം വഴി, സ്വാർത്ഥത വഴി, ജഡിക അഭിലാഷങ്ങൾ വഴി, സുഖഭോഗങ്ങളോടുള്ള താല്പര്യങ്ങൾ വഴി ഞാൻ ആ സ്നേഹത്തിൻ്റെ ചൂരിൽ നിന്നും ഒക്കെ ഇങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അകന്നകന്ന് പോകും തോറും എൻ്റെ ദൈവത്തിന് എന്നെ തൊടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, ദൂരത്തിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടുചെന്ന് നിർത്തുക. ബൈബിളിൽ ഉടനീളം നോക്കിയ പ്രിയമുള്ളവർ നമുക്കറിയാം, ഈശോയെ അടുത്തേക്ക് കടന്നു ചെന്ന് തങ്ങളെ തന്നെ തുറന്നു കൊടുത്തവരാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സൗഖ്യം നേടിയെടുത്തത്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എന്തുകൊണ്ട് ആ നാട്ടിലുള്ള എല്ലാവരെയും ഈശോ ഓടി നടന്ന് സുഖപ്പെടുത്തിയില്ല? എന്തുകൊണ്ടാണ് ആ നാട്ടിലുള്ള എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവം ഇടപെട്ടില്ല? ഈശോ എന്തിനാണ് ആ ഒരു ഗലീലി പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലോകം മുഴുവനെയും നടന്ന് ദൈവം നന്നാക്കാൻ ശ്രമിക്കാത്തത്? പ്രിയമുള്ളവരെ, മൃഗങ്ങളിൽ നിന്നും മറ്റ് വസ്തുക്കളിൽ നിന്നും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമ്മൾക്ക് തന്ന ഒരു പ്രത്യേകമായൊരു അവകാശമുണ്ട്, ഒരു പ്രിവിലേജുണ്ട്, ആനുകൂല്യമുണ്ട്. എന്താ അത്? ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മളിലേക്ക് അയച്ച് നമുക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സ്വതന്ത്ര മനസ്സോടെ തീരുമാനമെടുക്കാനും ദൈവം കൃപ തന്നു. ദൈവം എൻ്റെയും നിൻ്റെയും സ്വാതന്ത്ര്യത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, മാനിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ബലപ്രയോഗം നടത്തുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. എൻ്റെ മുന്നിലേക്ക് അവസരങ്ങൾ ഇട്ട് തന്നിട്ട് എൻ്റെ മകനെ മകളെ നീ എന്നിലേക്ക് തിരിച്ചു വാ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്.
എന്നാലോ നീ തിരിച്ചു വന്നേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾക്കും വിപരീതമായിട്ട് എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന കിരാതനായ ഒരു യജമാനനല്ല പ്രിയമുള്ളവരെ നമുക്കുള്ളത്. നമ്മളെ അടിമകളായിട്ടല്ല, മക്കളായിട്ടാണ് ദൈവം കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മകനൊരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ തരത്തിലും ആ തീരുമാനം തെറ്റാണെങ്കിൽ തിരുത്തുവാനുള്ളൊരവസരങ്ങൾ ഒരപ്പനെ പോലെ ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ തൻ്റെ മക്കളെടുക്കുന്ന തീരുമാനത്തിൻ്റെ പേരിൽ മക്കളുടെ മേൽ ബലപ്രയോഗം നടത്തുന്ന ഒരു അപ്പനല്ല, പിന്നെയോ ആ തീരുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വേദനയോടെ നമ്മളെ നോക്കി സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നൊരു സ്നേഹമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഈ ഒരു നോമ്പുകാലത്തിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്: ഈ ഒരു നോമ്പുകാലം പ്രിയ മകനെ മകളെ, നീ നിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിക്കുക. എത്രമാത്രം എന്നോട് സ്നേഹമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു നീ, എത്രമാത്രം എന്നോട് ഒരടുപ്പമുണ്ടായിരുന്ന, ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു നീ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചെറുപ്പകാലം, നമ്മുടെ ബാല്യകാലം, പ്രത്യേകിച്ച് നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ച നാളുകളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. വീട്ടിൽ നിന്ന് കുരിശ് വരയ്ക്കാൻ പഠിച്ച് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും വേദപാഠം പഠിപ്പിക്കുന്നവരിൽ നിന്നും പള്ളിയിൽ നിന്നുമൊക്കെ ഈശോയെക്കുറിച്ചുള്ള കഥകൾ കേട്ട് ഈശോയെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കൂട്ടുകാരനെ പോലെ സ്നേഹിച്ച് എനിക്കും ഈശോയെ സ്വീകരിക്കണമെന്ന താല്പര്യത്തോടെ പള്ളിയിലേക്ക് ഒരുക്കത്തോടെ കയറി ചെന്ന് ആദ്യ കുർബാന സ്വീകരിച്ച നാളുകൾ നമുക്കുണ്ടായിരുന്നിട്ടുണ്ടാവാം. വീണ്ടും ആ ഒരു തീക്ഷ്ണതയിൽ കുറച്ചു കാലം കൂടി നമ്മൾ മുന്നോട്ട് പോയി. പക്ഷെ എന്ത് സംഭവിച്ചു? കൗമാരത്തിലേക്ക് കടന്നപ്പോഴും യൗവനത്തിലേക്ക് കടക്കുമ്പോഴുമൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ദിശകളിൽ താല്പര്യങ്ങളിൽ എൻ്റെ ഇഷ്ടങ്ങൾ മാറാൻ തുടങ്ങി. ഈശോയേക്കാൾ വലിയ ചില താല്പര്യങ്ങൾ, സുഖങ്ങൾ, ജഡികമായ താല്പര്യങ്ങൾ എന്നെ കർത്താവിൽ നിന്ന് പയ്യെ അകറ്റാൻ തുടങ്ങി. പള്ളിയിൽ പോകാനുള്ള താല്പര്യം കുറഞ്ഞു, ജപമാല ചൊല്ലാനുള്ള ഇഷ്ടവും ആവേശമൊക്കെ കുറഞ്ഞു, ബൈബിൾ ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തുടങ്ങി, കുർബാന ഭയങ്കര ഭാരമായിട്ട് തോന്നാൻ തുടങ്ങി. പള്ളിയിൽ പോകുന്നതും ഈശോയുടെ അടുത്തിരിക്കുന്നതും ഒരു കുട്ടിയെപ്പോലെ, ഒരു അനിയനെപ്പോലെ, അനിയത്തിയെപ്പോലെ, ഒരു സഹോദരനെ പോലെ, സഹോദരിയെപ്പോലെ ഈശോയെ സ്നേഹിക്കുന്നതൊക്കെ എനിക്ക് മുഷിപ്പാകാൻ തുടങ്ങി. ഫലമായിട്ട് എന്തു സംഭവിച്ചു? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ലെങ്കിലും എൻ്റെ സ്നേഹം മാറാൻ തുടങ്ങി, ഞാൻ മാറാൻ തുടങ്ങി, ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് അകലാൻ തുടങ്ങി. അപ്പോഴും ആ കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോ പറയുന്നുണ്ട്, മോനെ മോളെ എന്നിലേക്ക് തിരിച്ചു വാ. പത്രോസിനോട് ചോദിച്ചതുപോലെ എന്നോടും നിന്നോടും ഈ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കും ഈശോ ചോദിക്കുന്നുണ്ട്, നീ ഇവരെക്കാളൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ആ തള്ളിപ്പറഞ്ഞ ആഘാതത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈശോ കണ്ണിൽ നോക്കി ചോദിച്ചു, ഡു യു ലവ് മീ? ഇന്ന് എന്നോടും നിന്നോടും നമ്മളായിരിക്കുന്ന പാപകരമായ അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോഴും കർത്താവ് എന്നോടും നിന്നോട് ചോദിക്കുന്നുണ്ട്, ഇവരെക്കാളൊക്കെ അധികമായിട്ട്, ഇതിനേക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? താൻ തിരിച്ചു വന്ന ധൂർത്തപുത്രനെ കാത്തിരുന്ന പിതാവ് അവൻ്റെ കുറ്റങ്ങളോ കുറവുകളോ കണക്കുകളോ ബോധ്യപ്പെടുത്താൻ അനുവദിക്കാതെ അവനെ അങ്ങ് കയറി ചെന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ തിരിച്ചു വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ആ ഒരു തിരിച്ചു വരവാണ് പ്രിയമുള്ളവരെ ഈ ഒരു നോമ്പുകാലം. ഞാൻ നഷ്ടപ്പെടുത്തിയ ആ ദൈവസ്നേഹത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്, എന്നെ കാത്തിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ അടുത്തേക്കുള്ളൊരു തിരിച്ചുപോക്ക്, എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായിട്ട് ഞാൻ തിരിച്ചു ചെല്ലുന്നതും കാത്ത് ആ കുരിശിൽ കരങ്ങൾ വിരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ അടുത്തേക്കുള്ളൊരു തിരിച്ചുപോക്ക്. ആ ദൈവസ്നേഹത്തിന് ഒരിക്കലും മങ്ങലേറ്റിട്ടില്ല, ആ ദൈവസ്നേഹം ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല, അതിനൊരു കുറവും വന്നിട്ടില്ല. അകന്നുപോയ നമുക്ക് ദൈവസ്നേഹത്തിലേക്ക് തിരികെ ചെന്ന് ഈശോയ്ക്ക് നമ്മളെ തൊടാവുന്ന ദൂരത്ത്, നമുക്ക് നോക്കാവുന്ന ദൂരത്ത് നമ്മളെ തന്നെ കൊണ്ടുചെന്ന് നിർത്താം. അവിടുന്ന് നമ്മളെ വാരിപ്പുണരട്ടെ, അവിടുത്തെ കരുണയാൽ നമ്മളെ നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കരുണയുടെ ജപമാലയിലൂടെ കർത്താവിൻ്റെ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ലോകമാസകലമുള്ള എല്ലാ പാപികളെ കർത്താവിൻ്റെ കരുണയ്ക്ക് കീഴിൽ സമർപ്പിക്കാം. അവരെല്ലാം മാനസാന്തരത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ തിരുസഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹോദര്യത്തിലും ഐക്യത്തിലും കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കരുണയ്ക്ക് കീഴിൽ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ, കുടുംബ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹവും സഹോദര്യവും നന്മയും കരുണയും നിറഞ്ഞു നിൽക്കുന്ന വിളനിലമായിട്ട് അങ്ങ് മാറ്റണമേ. ഞങ്ങളോട് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ, പ്രത്യേകിച്ചും രോഗികളായിട്ട് കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ്സ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,